മേൽഗതിക്ക് മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, അവർ ചുറ്റിത്തിരിയുന്ന ആ സർക്കിളിൽ നിന്ന്, വിഷമവൃത്തത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. തങ്ങളുടെ ജീവിതം അവസാനിച്ചു പോയെന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, പോയി മരിക്കട്ടെ, പോയി തൊലയട്ടെ, നിരാശയോടെ മദ്യപിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും തന്നെ നശിപ്പിച്ചുകൊണ്ട് നിശബ്ദമായ കർത്താവേ അവരെ വീണ്ടെടുക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. അവർക്കെല്ലാം ഈ പ്രാർത്ഥന കൊണ്ട്, ഈ പ്രാർത്ഥന അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ ജീവിതത്തിലൂടെ ലഭിക്കാൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുണ്ടാകണം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളുടെ ഉദരത്തിലുണ്ടാകുന്ന കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു. വളർച്ച മുട്ടിപ്പോയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഗർഭാശയ സിസ്റ്റുള്ളവർ, ഗർഭാശയത്തിൽ ക്യാൻസറുള്ളവർ, ഉദരാശയ ക്യാൻസർ, ആമാശയ ക്യാൻസർ, കുടലിൻ്റെ കുരുക്ക്, അൾസർ, അരിസസ് രോഗങ്ങൾ, ആന്തരിക രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രെയിനിൽ കർത്താവ് സിസ്റ്റുള്ളവർ, ബ്രെയിൻ ഹെമറേജ് സംഭവിച്ചവർ, ഹൃദയത്തിൽ കർത്താവ് സ്റ്റോപ്പ് വന്ന് അവർക്ക് ഹൃദയത്തിന് ശ്വാസതടസ്സം ഉണ്ടായിരുന്നവർ, ഹൃദയത്തിന് ഒരു അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജീവിതം തന്നെ മാറി മറിഞ്ഞു പോയെന്ന് വിചാരിച്ചതിന് വിഷമത്തിലിരിക്കുന്നവർ, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അവരെ ആരോഗ്യം വീണ്ടെടുത്തായിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ക്ലേശങ്ങളുള്ളവർ, യാത്ര ചെയ്യുന്നതിന് പോലും ഇനി മനസ്സില്ല, പേടിയായിട്ട് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ പേരിൽ സമൂഹത്തെ പേടി, ലോകത്തെ പേടി, പോലീസിനെ പേടി, വക്കീലിനെ പേടി, അങ്ങനെ കുറേ മനുഷ്യന്മാരെ പേടിച്ച് ജീവിക്കുന്നവരെ കർത്താവെ അവരെല്ലാം സാക്ഷികൾ പ്രാർത്ഥിക്കുന്നു. ഒരു കൊലപാതകവും മരണവും സംഭവിച്ചതിൻ്റെ പേരിൽ പിന്നീട് പല വർഷം കഴിഞ്ഞിട്ട് പോലും ആ കുടുംബത്തിന് ഗതി കിട്ടാതെ നിൽക്കുന്ന ഇരുണ്ടുപോയ കുടുംബങ്ങൾ, ഇരുണ്ടുപോയ ജീവിതങ്ങൾ കർത്താവിൻ്റെ തിരുസേന സമയത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്നു. ഈ പ്രാർത്ഥന കർത്താവിൻ്റെ പ്രാർത്ഥന, മരണത്തെ ജയിച്ചവൻ്റെ പ്രാർത്ഥന, ഉയർത്തെഴുന്നേറ്റവൻ്റെ പ്രാർത്ഥന, അത് പ്രാപിക്കുന്ന മക്കൾ കർത്താവെ ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാനിടയാക്കണം പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗ്ഗം മുട്ടിപ്പോയവരെ, ജീവിതമാർഗ്ഗം എന്തെന്നറിയാത്തവർ, പഠനം മുട്ടിപ്പോയവർ, എന്ത് പഠിക്കണമെന്ന് അറിയാത്തവർ, എവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് അറിയാത്തവർ, അഡ്മിഷൻ കിട്ടാതെ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഈശോയുടെ നാമത്തിൽ വീണ്ടെടുക്കപ്പെടട്ടെ. ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ അതാത് ദിവസങ്ങളിലുള്ള ഒരു